ഓം ഗുരുവായൂർ വാഴും രാധാവല്ലഭ കരുണാവാരിധി മുകിൽ വർണ്ണ മുരഹര മധു മുരളി മാധവ മണിവർണ്ണ കണ്ണ ശ്രീകൃഷ്ണ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. ഏകാദശ സ്കന്ധത്തിൽ നാരദ വസുദേവ സംവാദം വരികൾ സഹിതം തുടരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. സത്സംഗം തന്നെ സർവദോഷശാന്തിയെ ചെയ്യും സസുഖം ഭാഗവത ധർമ്മത്തെ എനിക്കിപ്പോൾ ഒക്കവേ നിങ്ങൾ ഉപദേശിച്ചു തന്നിടണം. ഭക്തവത്സലന്മാരാം നിങ്ങൾക്കു നമസ്കാരം. ഏവം നിർവ്യാജ ഭക്തിയോടപേക്ഷിച്ചു നിമി സേവിച്ച നേരം അവരുപദേശിച്ച വഴി കേട്ടാലുമെന്ന വസുദേവനോടതു നേരം ശ്രേഷ്ഠനാമകാമുനി നാരദനരുൾ ചെയ്തു. നവയോഗികൾ മുമ്പൻ കവിതാന്നിമിയോടും ഈ വണ്ണം ഭാഗവത ധർമ്മത്തെ അറിയിച്ചാൻ. അസത്തായിരിക്കുന്ന പ്രപഞ്ചം സത്യമെന്നു മുഴുത്തു തോന്നും ബുദ്ധി നിവർത്തി വരുവാനായി അച്യുത പാദാംബുജോപാസന വഴി പോലെ നിശ്ചല ബുദ്ധ്യാ മുമ്പിൽ ചെയ്യണം നൃപോത്തമ. അവിദ്വാൻമാരായുള്ളോരജ്ഞാനി ജനങ്ങൾക്കങ്ങ് വിദ്യാനാശം വന്നിട്ടാത്മാനമറിവാനായി ഭാഗവതാഢ്യമിതം ഭഗവാൻ അരുൾ ചെയ്തു. ഭോഗികളായ കർമ്മമാർഗികൾ മുക്തരാവാൻ എങ്ങനെയെന്നാൽ മനോവാക്കു കായങ്ങൾ കൊണ്ടു മങ്ങിക ചെയ്യും കർമ്മമൊക്കെയും നാരായണൻ തൽപദേ സമർപ്പിച്ചു കൊള്ളീണം. ദ്വൈതഭ്രമം എപ്പേരും പോവാനപ്പോൾ ഭയകമ്പാതി തീരും. കർമ്മങ്ങൾ ഈശ്വരങ്കിൽ നിന്നു വേർപെട്ടു തോന്നും നിർമ്മലനായോരീശൻ തന്നെ മായാവശാൽ. അജ്ഞാനി ജനങ്ങൾക്കു തോന്നുന്ന ഭേദബുദ്ധി സുജ്ഞാന സ്വരൂപനാമേശങ്കലില്ല നൂനം. ആശ്ചര്യമറിയാകെ കൊണ്ടീശ ചൈതന്യമാം ശാശ്വതം തെളിഞ്ഞു ശോഭിക്കായിക കൊണ്ടു തന്നെ ഈശ്വനും പ്രപഞ്ചവും രണ്ടായി തോന്നുന്നതും വാസനാസങ്കൽപ്പാദി വികൽപ്പഭ്രമമെല്ലാം സ്വപ്നതുല്യമെന്നുള്ളിലറിഞ്ഞു വിദ്വാനായി വിഘ്നമാം ദ്വൈതഭ്രമമൊക്കെയും മിഥ്യയെന്നും ദേഹവും ഇന്ദ്രിയാദി സംഘവും പഞ്ചഭൂതം ഐഹിക ലോകം ചരാചരങ്ങളെല്ലാം ഒന്നായി ഈശ്വരമയമെന്നറിഞ്ഞു സദാനന്ദ നിശ്ചല ഭക്ത്യ മത്തോന്മത്തന്മാരെന്ന പോലെ നിത്യവും ഈശ്വരങ്ങൾ സർവവും സമർപ്പിച്ചു ചിത്തവും ഉറപ്പിച്ചു
വസിച്ചിടുന്നതല്ലോ ഉത്തമ ഭാഗവത ധർമ്മമെന്നറിക നീ. ഇത്തരം കവി നിമിയോടുപദേശിച്ചപ്പോൾ ഉത്തമൻ നിമി നൃപൻ പിന്നെയും ചോദ്യം ചെയ്താൻ. ഭാഗവതന്മാരായ ഭഗവത് ഭക്തരുടെ യോഗ വൈഭവ യശോധർമാചാരങ്ങളെല്ലാം എങ്ങനെയെന്നു നൃപൻ വാക്കുകൾ കേട്ട നേരം മംഗലൻ ഹരിതാനുമുത്തരമരുൾ ചെയ്തു. സർവഭൂതങ്ങളിലും ആത്മനാ ഭഗവാനെ സർവദാ കാണുന്നവർ ഭാഗവതോത്തമരാം. സർവഭൂതങ്ങളിലും ഭഗവാൻ താനെന്നതും സർവഭൂതങ്ങൾ സദാ ഭഗവാൻ തങ്കലെന്നും സർവദാ കാണുന്നവർ ഭാഗവതാഢ്യരല്ലോ. മൂഢനും രിപുമിത്രം ഭക്തനും അഭക്തനും പ്രൗഢനും അപ്രൗഢനും ബദ്ധനും മുമുക്ഷുവും എന്നിവരെല്ലാം വിഷ്ണുമയമെന്നറിയുന്നോരുന്നത ഭക്തൻ താനും ഭാഗവതോത്തമനാം. ദേഹേ ദേഹങ്ങൾ, ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ, കരണങ്ങൾ, മോഹാദി ഷഡ്ഭാവങ്ങൾ, പിന്നയ ഷഡൂർമികൾ, ഏവമാദിയായുള്ള സംസാരധർമ്മങ്ങളെ ഏവനെന്നാലും ത്യജമാനനായി ഹരി തന്നെ സേവിക്കുന്നവൻ താനും ഭാഗവതോത്തമനാം. യാതൊരുവന്റെ ചിത്തെ കാമ കർമാദി ബീജം ഏതുമേ ജനിയാതെ മാധവമയനായി ഭക്തനാകുന്നവനും ഭാഗവതോത്തമനാം. വ്യക്തമാം ജന്മകർമാദ്യാശ്രമ വർണ്ണങ്ങളാം ദേഹാഭിമാനങ്ങളും വിത്താദിമോഹം നീക്കി ദേഹാദി സർവഭൂതസമനായി ശാന്തനായി മേവിടുന്നവൻ താനും ഭാഗവതോത്തമനാം. കേവലം കേവല സംന്യസ്തനായി ജീവവത്സലനായി കേശവൻ തങ്കൽ ഗാഢചിത്തനായി ലോകത്രയം പാദരേണുക്കൾ കൊണ്ടു പാവനമാക്കി ശോഭിച്ചാതുരമായ ഭവദുഃഖമൂലങ്ങൾ തീർപ്പാൻ വൈകുണ്ഠ സ്മൃതിയോടും ലോകേഷു സഞ്ചരിച്ചു. ലോകേശസുരാസുരാദികളാൽ വിമൃഗ്യമാം ഭഗവൽ പാദാരവിന്ദങ്ങളെ നിമിഷവും അകമേ മറക്കാതെ തൽപദപ്രകാശത്താൽ മാനസം കുളിർത്തു ദുഃഖങ്ങളുമൊക്കെ നീക്കിയിട്ടാനന്ദമയനായോൻ ഭാഗവതോത്തമനാം. ഈ വണ്ണം ഭാഗവതന്മാരുടെ അവസ്ഥകളേവം കേട്ടൊരു നിമിഷം നേരം ചോദ്യം ചെയ്തു. മായാതത്വവും അതിൻ ലക്ഷണങ്ങളുമെല്ലാം മായമെന്നിയെ അരുൾ ചെയ്യുന്നു കേട്ട നേരം അന്തരിക്ഷനുമപ്പോൾ അന്തർമോദേന ചെന്ന ചിന്തിക്കാൻ നിമിനൃപ ബന്ധങ്ങൾ അകലുവാൻ നിർഗുണ കേവലാത്മാ തന്നിൽ നിന്നിക തോന്നും സൽഗുണഭ്രമമല്ലോ മായ എന്നറിഞ്ഞാലും ദേഹേന്ദ്രിയാർത്ഥങ്ങളായി തോന്നിയിടുന്നതു ജാഗ്രത് മോഹമാം സ്വപ്നമന്ധകരണഭ്രമമല്ലോ. സുപ്തി തദ്വാസനയാം ബീജമെന്നറിയണം. ജപ്തിയാം തുര്യമതിൻ കാരണമെന്നറിക
വിശുദ്ധ ജ്ഞാനം തന്നെ മായയാ ത്രിപിതമായി അശുദ്ധം അവസ്ഥകളായിട്ടു തോന്നിയിടുന്നു. ജാഗ്രദ്വാസന തന്നെ സ്വപ്നമായി തോന്നിയിടുന്നു. ആഗ്രഹം സ്വപ്നജ്ഞാനമെന്തെന്നാൽ അതു ഫലം. തൽഫലം കർമ്മമതു ചിന്തിച്ചാൽ മിഥ്യാഭൂതകൽപ്പിതമവസ്ഥകൾ ആത്മനി തോന്നിയിടുന്നു. എങ്ങനെയെന്നാൽ മനോരഥമാകുന്ന സ്വപ്നമിങ്ങുള്ളിൽ തോന്നുന്നത് പോലെ എന്നറിക നീ. മാനസസ്മരണകൾ ഓർക്കുമ്പോൾ മിഥ്യയല്ലോ, മാനസസ്മൃതി പോയാൽ മായയുമില്ല. പിന്നെ ആത്മാവിൻ വൈഭവങ്ങൾ അറിഞ്ഞു മോക്ഷത്തിനായി ആത്മനാ ലോകങ്ങളെ തന്മയമായി കാണുക. സ്വപ്രകാശാത്മാ മായ കൊണ്ടിക മഹാഭൂതമുത്ഭവിച്ചിട്ടതിലുളവാം. സ്വപ്രകാശാത്മാ മായ കൊണ്ടിക മഹാഭൂതമുത്ഭവിച്ചിട്ടതിലുളവാം പഞ്ചഭൂതം. അഞ്ചുഭൂതത്തെ കൊണ്ട് പത്താക്കി പിന്നെയതിൽ അഞ്ചിനെ നന്നാലാക്കി പഞ്ചവിംശതി തത്വം എന്നതിൽ നിന്നിടുന്ന ചൈതന്യം ജീവാത്മാവായി വന്നിടുന്നിതു മന്ദകരണഭാസനായി. നിന്നിക മനസ്സായി കർമ്മങ്ങൾ ചെയ്യുക മൂലം വന്നതു ശരീരവും. തത്തൽ കർമ്മണാം ഫലം ഗ്രഹിച്ചു സുഖദുഃഖഭാവേന ഭ്രമിക്കുന്നിതികത്തിൽ അനാദിയായെന്നതും അറിക നീ. ഇക്കണ്ട പഞ്ചഭൂത ഭൗതിക ചരാചരമൊക്കെയും കാലാന്തരാൽ മിഥ്യയായി വരും. നൂനം ഭൂതാതിക്രമാൽ വരും അഗ്നി വർദ്ധിച്ചു മേന്മേൽ ആതപമയമാകും ലോകവും അതുകാലം. 100 വത്സരം മഴ പെയ്കയില്ലതിനാലേ നീറായി ഭവിച്ചിടും മേദിനിയെല്ലാം. അപ്പോൾ പാതാളെ വസിച്ചിടും ശേഷൻ തൻ മകുടങ്ങൾ. ആതപം കൊണ്ടു വെന്തു തദ്ദിഷാഗ്നിയും കൂടി ശേഷസൂര്യാദികളും ലോകവും ഭസ്മമാക്കി ശേഷിപ്പിച്ചൊരു അഗ്നി തന്നിൽ നിന്നുളവാകും. സപ്തമേഘങ്ങൾ പിന്നെ 100 സംവത്സരവും ഹസ്തിതൻ കരതുല്യ കണങ്ങൾ വർഷിച്ചുക. തജ്ജലി ലയിക്കുന്നു മുന്നമുള്ളൊരു ഭസ്മമജ്ജലം തന്നിൽ വിരാട്ടുണ്ടായതെന്നു കേൾപ്പൂ. തദ്വിരാൽപുമാന്താനം തജ്ജലി ലയിച്ചിടും അദ്വയമായിടുന്നോരവ്യക്ത സ്ഥൂല സൂക്ഷ്മഭൂതങ്ങൾ. ലയിച്ചിടുമിന്ധനാഗ്നികൾ പോലെ മേദിനി ഗന്ധമെന്നെ അമ്പസിൽ ലയിച്ചിടും. ജലവും രസമെന്നെ അഗ്നിയിലടങ്ങിയിടും. വിലയം വരും രൂപഭേദനായ അഗ്നിവായൗ. മാരുതൻ സ്പർശഹീനമാകാശേ ലയിച്ചിടുമാരവഹീനം. വിണ്ണും കാലാത്മാഗുണങ്ങളും കേവലം മായ പരമാത്മനി ലയിച്ചിടും. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ നാരദ വസുദേവ സംവാദം വരികൾ സഹിതം തുടരും നാളെ. നമസ്തേ.